വിക്ടോറിയ കണ്ടിരിക്കാം. നല്ല ഇതായിട്ടുള്ള ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. കണ്ടിരിക്കാം, വേറെ ഒന്നുമില്ല കാര്യമായിട്ട്. കണ്ടിരിക്കാം. വേറെ അങ്ങനെ കഥായിട്ടോ ഇങ്ങനത്തെ ഒരു രണ്ട് സ്ത്രീകളും വെറുതുമായിട്ട് വേറെ കാര്യമായിട്ട് അങ്ങനത്തെ ഇതൊന്നുമില്ലേ. വിക്ടോറിയ നല്ലൊരു ശ്രമമാണ്, സംവിധായികയുടെ നല്ലൊരു ശ്രമമാണ്. പക്ഷേ ആസ്വാദകർക്ക് കുറച്ച് കഠിനമായ ശ്രമമാണ്. നല്ലൊരു ശ്രമം എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ. അപ്പം അങ്ങനെ അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സിനിമകളും ആർട്ട് മൂവീസും കാണുന്നൊരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നിരാശയാണ്. പക്ഷെ ഒരു നല്ല ശ്രമമാണ്. ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ സിനിമയ്ക്ക് സാധിച്ചില്ല. വ്യക്തത വേണമെന്ന് നിർബന്ധമില്ല ആർട്ട് മൂവീസിന്. പക്ഷേ ഇൻഡയറക്റ്റായിട്ട് പോലും അത് പറയാൻ ഒരു ശ്രമം വിജയിച്ചിട്ടുണ്ട് എന്ന് അങ്ങനെയുള്ളൊരു ഓഡിയൻസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നു. വ്യക്തിപരമായ അഭിപ്രായമാണ്. ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പല ആംഗിളിൽ നോക്കുമ്പോഴും ആ ഉദ്ദേശ വ്യക്തത നല്ല ശ്രമമാണ്. നല്ല ശ്രമമാണ്. സർക്കാർ നല്ല രീതിയിലുള്ള പിന്തുണയാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ ഒരു സാധാരണ ഓഡിയൻസ് എന്നുള്ള നിലയ്ക്കല്ല, ഒരു ആർട്ട് ഓഡിയൻസിന് പോലും അത് എത്തുന്നു എന്നുള്ള കാര്യം സംശയമാണ്. മൊത്തത്തിൽ ശരിക്കും ഒരു IDSF കേക്കൊക്കെ കളിക്കാവുന്ന തരത്തിലുള്ളൊരു പടമായിട്ടേ തോന്നിയുള്ളൂ. ഒന്നുകിൽ ഷോർട്ട് ഫിലിമായിട്ടോ ഡോക്യുമെൻ്ററി ആയിട്ടോ എടുക്കാവുന്ന തരത്തിലുള്ള ഒന്നേ ഉള്ളൂ. അതല്ലാതൊരു മൂവി എന്നുള്ള നിലയ്ക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയില്ല. സിനിമ പറയുന്ന രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് കിട്ടണമല്ലോ. ആ ഒരു പൊളിറ്റിക്സ് വ്യക്തമല്ല. അപ്പോഴും സിനിമയിൽ പറയുന്ന ചില ചെറിയ ഡയലോഗ്സ് പോലും പൊളിറ്റിക്കൽ ഇൻകറക്റ്റേഴ്സുകളും ഉണ്ട്. അവാർഡ് മെറ്റീരിയലാണ്, അല്ലാതെ നല്ലൊരു ഓഡിയൻസിനുള്ള പടമായിട്ട് തോന്നിയില്ല. സാറ്റിസ്ഫൈഡ് അല്ല. ഡിപ്പെൻസ്. അപ്പം ഞാൻ ആഴ്ചയിലെല്ലാ സിനിമയും കാണുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ ഭയങ്കര സിനിഫൈലാണെന്നല്ല പറയുന്നത്. സിനിമ പറയുന്ന രാഷ്ട്രീയം വ്യക്തമല്ല. ഒരു പുരുഷനെ പോലും കാണിക്കാതെയാണ് സിനിമയുടെ അവസാനം വരെ വരുന്നത്. അതുകൊണ്ട് മാത്രമേ സ്ത്രീ പ്രാധാന്യമുള്ള സിനിമയാവുന്നില്ല. ഈക്വാലിറ്റി റൈറ്റ്. അപ്പോഴും സ്ത്രീയുടെ പ്രാധാന്യം കാണണം. സിനിമയിൽ അതില്ല, വ്യക്തമല്ല. സിനിമ പറയുന്ന രാഷ്ട്രീയം വ്യക്തമല്ല, അതാണ് പ്രശ്നം. നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന് ഗവൺമെൻറ് ഇറക്കുന്ന സിനിമയാണല്ലോ. അപ്പോൾ B32 പോലുള്ള സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും ഇത് എത്തിയില്ല. എൻഗേജിങ്ങും അല്ല, ഒരു അവാർഡ് മെറ്റീരിയലാണ്. ഇതൊരു വുമൺ തിയേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റിൽ തന്നെ കാണണം, അല്ലാതെ വേറെ ഒരു രീതിയിൽ ഈ സിനിമ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആ വുമൺ തിയേറ്റർ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ കാണുകയാണെങ്കിൽ പീപ്പിൾ ലൈക്ക് ഇറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇതിപ്പോൾ ഈ മൂവി ഇറ്റ്സ് അബൌട്ട് നമ്മളൊരു ഭയങ്കര പല കാര്യങ്ങൾ പേഴ്സോണിഫൈ ചെയ്ത് പോയിട്ടുണ്ട്. പല കാര്യങ്ങളത് എന്താ പറയുന്നത്, ഡയറക്ടറിന് ഓരോ കാര്യങ്ങൾ പേഴ്സോണിഫൈ ചെയ്യാനും അത് കൂടാതെ തന്നെ അത് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു രീതി ഡയറക്ടർ ശിവരഞ്ജിനി എന്ന് പറഞ്ഞ ഡയറക്ടറാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു ഗുണം ഞാൻ എഗെയിൻ ഈ സിനിമയെക്കുറിച്ച് അറിയാൻ തന്നെ ബുക്ക് മൈ ഷോയിൽ ഒരു 2 ദിവസം മുമ്പ് വന്നപ്പോഴാണ് കണ്ടത്. ഇത് ട്രെയിലർ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ ഒന്ന് കാണുന്നത്. ട്രെയിലർ വാസ് റിയലി ഗുഡ്. പക്ഷേ ഇതാണ് ഒരു കുഴപ്പം. ഈ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ഇടയ്ക്ക് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഇപ്പം സ്ത്രീയോ പുരുഷനോ, ദാറ്റ് ഈസ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് വാസ് ബീങ്, ഇറ്റ് ഇസ് ബീൻ ഫണ്ടഡ് ബൈ ദ ഗവൺമെൻറ്. ആൻഡ് ആ ഒരു സിനിമ ഫണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ അത് എത്തിക്കണം. അത് എത്തിക്കാൻ ഗവൺമെൻറ് നോക്കണം, അല്ലെങ്കിൽ മേ ബി ഡയറക്ടർ, അല്ലെങ്കിൽ ഒബ്വിയസ്ലി ദ പ്രൊഡ്യൂസർ ഓഫ് ദ ഡയറക്ടർ ഷുഡ് സീ ടു ഇറ്റ് ദറ്റ് ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർ അറിയണം. ഈ വുമൺ തിയേറ്റർ എന്ന് പറഞ്ഞ് വരുമ്പം ഞാൻ ഈ തിയേറ്ററിൽ ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സ്ത്രീകളായിട്ടുള്ള കൂടുതൽ പുരുഷന്മാരെ തന്നെയായിരുന്നു. അപ്പോൾ സ്ത്രീകളൊന്നും ഈ സിനിമ കാണുന്നില്ലെങ്കിൽ ദെൻ വാട്ട് ഇസ് ദ യൂസ്? അതൊന്ന്. ഇപ്പം നമുക്ക് ഈ സിനിമയെ സ്ത്രീകൾ വന്ന് കാണണോ പുരുഷന്മാർ വന്ന് കാണണോ എന്നുള്ളൊരു മസ്റ്റൊന്നുമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. വെൻ ദ ഗവൺമെൻറ് ഇസ് ഫണ്ടിങ് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് വെദർ യു ആർ എ മാൻ ഓർ എ വുമൺ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും ആരുണ്ടാക്കിയാലും സിനിമകൾ കൂടുതൽ ആൾക്കാർ കാണണം, അവരുടെ മെസ്സേജ് കൂടുതൽ ആൾക്കാരിൽ എത്തണം. മെസ്സേജ് ഉണ്ടെങ്കിൽ തന്നെയും ആൾക്കാരിൽ എത്തണം. അത് എത്തിക്കാൻ എന്തൊക്കെയാണ് ഘടകങ്ങൾ, അല്ലെങ്കിൽ എത്തിക്കാൻ എന്തൊക്കെയാണ് പ്രോസസ്സ്, സ്റ്റെപ്സ്, ആ സിനിമയ്ക്കൊരു കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ടോ, അഥവാ കമേഴ്ഷ്യൽ വാല്യൂ ഇല്ലെങ്കിൽ അത് ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അത് എത്തിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ അഗേൻസ്റ്റ് ഭയങ്കര ക്രിറ്റിസിസം വന്നു. ബിക്കോസ് ലാസ്റ്റ് സ്ലർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ പറഞ്ഞു ഇതൊരു മെയിൽ ഷോവിനിസം കാണിക്കുന്നതാണ്, ഈ വ്യക്തി ആരാണ്, അങ്ങനെ പറഞ്ഞു. പക്ഷേ ഹീ മെയ്ഡ് സെൻസ്. ഇന്ന് ഈ സിനിമ വന്ന് കണ്ടപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു സിനിമ, 1.5 മണിക്കൂറേ ഉള്ളൂ. കൂടുതൽ ആൾക്കാർ വന്ന് കാണണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം ഇതിൽ കുഴപ്പമില്ലാത്തൊരു മെസ്സേജുണ്ട്. ഇത് പല സിനിമകളുണ്ട്. അബലയായ സ്ത്രീ എപ്പോഴും ഈ വുമൺ തിയേറ്റർ മൂവി വയ്ക്കുമ്പോൾ എപ്പോഴും സ്ത്രീ അബലയാണ്. അപ്പോൾ ആ സ്ത്രീനെ ചൂഷണം ചെയ്യുന്ന ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി കാണും. അതിൽ കൂടെ ആ സ്ത്രീ വളരെ സ്ട്രെങ്ത്തോടെ അതിൽ നിന്ന് പുറത്ത് ചാടാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങളാണ് മിക്കുള്ള സിനിമയിലും കാണിക്കുന്നത്. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ കാണിച്ചേക്കുന്ന രീതി ഡിഫറെൻ്റാണ്. ചില സിനിമകളിലൊക്കെ
അബലയായ സ്ത്രീ പുറത്ത് വരാൻ കാണിക്കുന്നത് മാർഷൽ ആർട്സിൽ വഴി ചിലപ്പം ബോയ് ഫ്രണ്ടിനോ ഭർത്താവിനെ ഇടിക്കും അല്ലെങ്കിൽ കൊല്ലും. അതാണ് സ്ത്രീയുടെ ശക്തി കാണിക്കുന്നത്, ഫ്രീഡം കാണിക്കുന്നത്. അല്ലെങ്കിൽ ചില സിനിമകളിൽ ഭർത്താവിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ ഇട്ടിട്ട് ചിലപ്പം വേറെ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി ഡാൻസ് ചെയ്ത് അങ്ങ് തുടങ്ങും. അപ്പോൾ അങ്ങനെയാണ് അവസാനം ദി എക്സ്പ്ലോഷൻ ഓഫ് ഫ്രീഡം ഫോർ വുമൺ ഇൻ വുമൺഹുഡ് കാണിക്കുന്നത്. ഈ സിനിമയിൽ വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു അബലയ സ്ത്രീയുടെ ഒരു കഥ പറയുന്നുണ്ട്. സൊസൈറ്റൽ പ്രഷേഴ്സ്, ഫാമിലിയൽ pressures coming maybe because of her own decisions and maybe because of the relationship she's been having. അതിന് കൂടെ വരുന്ന പല കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അവസാനം ഇവിടെയും സ്ത്രീന് ഒരു ഫ്രീഡം കിട്ടുന്നൊരു ഇത് കാണിക്കുന്നത്. അത് തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കാണുമ്പോൾ അത് മനസ്സിലാവും. വളരെ നാച്ചുറൽ, വളരെ എന്താ പറയുക, അത് ഒരു ഇൻസൾട്ടിങ് ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മതി. വളരെ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. മേ ബി ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാതെ എങ്ങനെയാണ് കാണിച്ചത്